കേരളത്തിലെ 3 സർവകലാശാലകളിലെ വിസിമാർ RSSന്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് പങ്കെടുത്ത ഒരു പരിപാടിയിൽ അതിൽ പോയി അറ്റൻഡ് ചെയ്തു, പ്രമുഖ സ്ഥാനം വഹിച്ചു എന്നത് കേരളത്തിൽ വലിയ വിവാദമായിരിക്കുകയാണ്. തീർച്ചയായും കേരളം പോലൊരു മതേതര സംസ്ഥാനത്തിൻ്റെ വിസിമാർ ഇത്തരം ഒരു വർഗീയമായ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല. സംഗതി RSS പറയും ഞങ്ങൾ വർഗീയമല്ല, മറ്റതൊക്കെ അല്ല എന്ന് പറഞ്ഞാലും, BJPയുമായി ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞാലും, സാമാന്യം മൂക്ക് കീഴ്പോട്ടായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അരിവാഹാരം കഴിക്കാത്തവർക്ക് പോലും അറിയാം RSSന്റെ ലക്ഷ്യം എന്താണ്. ഹിന്ദു രാഷ്ട്രം എന്ന ലക്ഷ്യം അവർ പ്രഖ്യാപിക്കുകയും 100 വർഷത്തിലേറെയായി അതിൽ പ്രവർത്തിക്കുകയും അതിനെ വിവിധ സംഘടനകൾ വഴി അതിൻ്റെ പ്രാതിനിധ്യം ഉറപ്പാക്കുകയും, അങ്ങനെയാണ് നമ്മൾ സംഘത്തിൻ്റെ വിവിധ പരിവാർ എന്ന് പറയുന്നത്. അതിൽ രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ BJP ഉണ്ട്, അതുപോലെ മറ്റു പല വിശ്വ ഹിന്ദു പരിഷത്തുണ്ട്, ഹനുമാൻ സേനയുണ്ട്, ബജറംഗ് ദളുണ്ട്, ഇങ്ങനെ പല സംഘടനകളുമുണ്ട്. അവരുടെ ലക്ഷ്യം കേരളത്തിലല്ല ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം അവരുടെ ലക്ഷ്യം എന്താണ്. അങ്ങനെ ലക്ഷ്യമുള്ള ഒരു സംഘടനയുടെ പരിപാടിക്ക് കേരളത്തിലെ മതേതര കേരളത്തിലെ എല്ലാ മതവിശ്വാസങ്ങൾക്കും ഒരുപോലെ സ്ഥാനം കൊടുക്കുന്ന കേരളത്തിലെ വിസിമാർ 3 സർവകലാശാല വൈസ് ചാൻസലർമാർ പോയി. ഈ വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കുറെ കാലമായി പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. ഗവർണറാണ് ചാൻസലർ. സർക്കാർ കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്നാണ് ഗവർണർമാർ ഈ വൈസ് ചാൻസലർമാരെ നിയമിക്കേണ്ടത്. അതിന് സെർച്ച് ലിസ്റ്റ്, അതിനുശേഷം ഫൈനൽ ലിസ്റ്റൊക്കെ ഉണ്ടാക്കും. പക്ഷെ കുറേ വർഷങ്ങളായി വലിയ തോതിലുള്ള സംഘർഷം ഇത് സംബന്ധിച്ച് നടക്കുകയാണ്. അതിൻ്റെ ചരിത്രങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഏതാണ്ട് എല്ലാ സർവകലാശാലകളിലും തോന്നിയതുപോലെ സംഘപരിവാറിൻ്റെ ആളുകളെ അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ ഗവർണർ നിയമിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അത് വലിയ തോതിൽ നിയമപോരാട്ടവും നടന്നിട്ടുണ്ട്. അതിൻ്റെ സംഗതികളിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ഗവൺമെൻറ് വന്ന് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഒരാളെ വൈസ് ചാൻസലറായിട്ട് നിയമിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ് അതിൽ നേരിട്ട് പങ്കില്ല. കാരണം ഇതിന് മുമ്പ് കൊടുക്കേണ്ട ലിസ്റ്റ് കൊടുക്കേണ്ടതാണ്, ഡേറ്റൊക്കെ കഴിഞ്ഞു. ഈ ഗവൺമെൻറ് അധികാരം ഏൽക്കുമ്പോഴേക്കും അതിൻ്റെ ഡേറ്റൊക്കെ കഴിഞ്ഞു. എന്ന് മാത്രമല്ല, സെനറ്റിലേക്ക് സംഘപരിവാറിൻ്റെ ആളുകളെ കുത്തിത്തിരുകുന്ന ഗവർണറുടെ നടപടി, ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ ഈ 3 വിസിമാർ ഇങ്ങനെ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തതിനെ അതിനിശിതമായി മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും വിമർശിച്ചിട്ടുമുണ്ട്. അത് കേരളത്തിന് ചേരാത്ത നടപടിയാണ്, അത് തെറ്റായ നടപടിയാണ്, അത് തിരുത്തണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ അവസരം പ്രതിപക്ഷം ഉപയോഗിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. പ്രതിപക്ഷം ഈ വച്ച് ഇപ്പോൾ ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ VCയെ നിയമിച്ചത് എന്തുകൊണ്ട് ഗവൺമെൻറ് തടഞ്ഞില്ല, ഗവൺമെൻറ് തടയാൻ പറ്റില്ല എന്നുള്ളതൊക്കെ പ്രതിപക്ഷത്തിനാണ്. പ്രതിപക്ഷം പറയുന്നതിന് പ്രത്യേകിച്ച് വലിയ ലോജിക്കൊന്നുമില്ല. അവർക്ക് പറയാം എന്തെങ്കിലും ഒരു വിഷയം വേണം, പിണറായി വിജയന് ദിവസവും വന്ന് പത്രസമ്മേളനം നടത്താൻ 3-4 വിഷയം കിട്ടും. അത് നിപ്പ ആയാലും യൂണിവേഴ്സിറ്റി ആയാലും അല്ലെങ്കിൽ ബസ്സിൽ യാത്രയായാലും പത്മകുമാറായാലും ഒക്കെ കിട്ടും. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അത് അവരുടെ ധർമ്മമാണ്, അവർ ചെയ്യട്ടെ. പക്ഷേ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ വിസിമാർ ആദ്യമായാണോ ഇങ്ങനെ RSSന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്? കഴിഞ്ഞ വർഷം ജൂലൈയിൽ എറണാകുളത്ത് വെച്ച് ഉദ്ധാൻ എന്ന് പറയുന്ന അവരുടെ ഒരു പരിപാടിയിൽ അവർ പങ്കെടുത്തതായി നമുക്കറിയാം. 4 യൂണിവേഴ്സിറ്റി ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ യൂണിവേഴ്സിറ്റി ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതിലേറ്റവും 3 യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, ഈ 3 പേരും ഗവർണറാൽ നിയമിതനായ ആളാണ്. പക്ഷേ അതിൽ അത്ഭുതപ്പെടുത്തിയത് കുഫോസിൻ്റെ, അതായത് നമ്മുടെ സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിൻ്റെ VCയായ ബിജുകുമാറാണ്. ആരാണ് ബിജുകുമാർ? ബിജുകുമാറിനെ നിയമിച്ചത് ഗവർണറല്ല. ഗവർണറാണെങ്കിലും അല്ലെങ്കിലും ബിജുകുമാർ അവിടുത്തെ ഇടതുപക്ഷ അധ്യാപക യൂണിയന്റെ സമുന്നതനായ നേതാവാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളാണ്. എന്തുകൊണ്ട് ബിജുകുമാർ അതിൽ പോയി എന്ന് പലരും അത്ഭുതം കൂറി. കാരണം മോഹൻ കുന്നുമലോ അതുപോലെയുള്ള ആളുകളെ OP രവീന്ദ്രനെയൊക്കെ അവർ വച്ചിട്ടുള്ളവരാണ്. അത് VC വച്ചിട്ടുള്ള ആളുകളാണ്, അവർക്ക് ചില താല്പര്യങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ കേരളത്തിൽ കുറെ കാലമായി വൈസ് ചാൻസലർമാരെല്ലാം സംഖ്യകളാണ്. ഇടയ്ക്ക് ചില പ്രതിഷേധം ഉയർത്തുമെന്നല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ പ്രതിപക്ഷം ഇത് ഉന്നയിക്കുന്നത്, ആവശ്യം പ്രതിപക്ഷം എന്ന നിലയിൽ ഉന്നയിക്കാം, പക്ഷേ അവരോർക്കുന്നത് നല്ലതാണ്. അവരിരുന്ന കാലത്ത് അവരുടെ യൂണിയനിൽപ്പെട്ട ഇടതുപക്ഷക്കാരനായ
ഡോക്ടർ എ ബിജുകുമാർ ഇതുപോലെ ഉത്ഥാൻ എന്നോ എന്തോ ഒരു പരിപാടിയിൽ എറണാകുളത്ത് RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് വലിയ വിമർശന വിധേയമായിട്ടുണ്ട്. തീർച്ചയായും സർവകലാശാലകളുടെ സ്വയം ഭരണം എന്നത് വളരെ പ്രധാനമാണ്. അത് ഗവർണർക്ക് അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്നവർക്ക്, സംസ്ഥാനം ഭരിക്കുന്നവർക്ക് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ പാടില്ല. അത് സ്വതന്ത്ര സർവകലാശാലകളാണ്, അങ്ങനെയാണ് നമ്മുടെ നിയമം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഒന്നുകിൽ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അവരുടെ അധികാരം ഉപയോഗിച്ച് VC-മാരെ നിയമിക്കുന്നു, അത് പൂർണ്ണമായും രാഷ്ട്രീയ കേന്ദ്രങ്ങളാക്കുന്നു. ഇത് കേരളത്തിൽ വളരെ വ്യാപകമായി ഇപ്പോൾ വന്നിട്ടുള്ള ഒരു സംഗതിയാണ്. ഇത് വെച്ച് വർഗീയ വിഭജനം ഉണ്ടാക്കും. ഇപ്പോൾ BJP VC-മാർ പോയതിനെ ന്യായീകരിക്കുന്നു. BJP എന്തിനെ ന്യായീകരിക്കണേ? BJP RSSും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറയുന്ന ആ BJP-ക്കാര് RSSന്റെ പരിപാടിയിൽ പോയതിന് എന്തിനെ ന്യായീകരിക്കുന്നത്? അപ്പോൾ ബന്ധമുണ്ട്. തീർച്ചയായും ഒരു ഹിന്ദുത്വ രീതിയിൽ ഒരു വിഭജനം കേരളത്തിൽ ഉണ്ടാക്കുക എന്ന ഏറ്റവും ദുഷ്ടമായ ഒരു ലക്ഷ്യമാണ് ഇതിനുള്ളത്. കേരളത്തിലെ സർവകലാശാലകൾ യഥാർത്ഥത്തിൽ മതേതര സ്വഭാവം നിലനിർത്തേണ്ട, കേരളത്തിൻ്റെ സാമൂഹ്യ സ്വഭാവം നിലനിർത്തേണ്ട ഒന്നാണ് എന്ന് തന്നെയാണ്. മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്രതികരണം എത്രത്തോളം പോകാൻ കഴിയുമെന്നല്ല. കഴിഞ്ഞ സർക്കാർ എല്ലാം നോക്കിയിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കഴിഞ്ഞ സർക്കാർ പിണറായി വിജയൻ സർക്കാർ തന്നെ അവസാനം ഒത്തുതീർപ്പിലെത്തി ഒരു സർവകലാശാലയിൽ RSSകാരനെ വൈസ് ചാൻസലറാക്കാൻ സമ്മതിച്ചു. അത് അവർക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടായിരിക്കും. ഇനി അവർ പറയുന്ന ഒരു കാര്യം, ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്ന ഉത്തരവ് കൊണ്ടുവരാനുള്ള ശ്രമം, ആ നിയമം നിലനിൽക്കുമോ എന്ന സംശയം പ്രതിപക്ഷത്തിനുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പിന്താങ്ങാതിരുന്നതെന്ന് പറയുന്നു. എന്തായാലും അത് വന്നാലും ഇത് സാധ്യമാകുമോ, നിയമപരമായി നിലനിൽക്കുമോ എന്ന ചോദ്യമുണ്ട്. നമ്മുടെ സർവകലാശാലകൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കളിക്ക്, വർഗീയ രാഷ്ട്രീയത്തിന്റെ കളിക്കും വരുന്നു. ഇപ്പൊ ഏതോ ഒരു സർവകലാശാലയിൽ ജ്യോതിഷം വെച്ച് പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സർക്കുലറുകളൊക്കെ കാണാനുണ്ട്. ജ്യോതിശാസ്ത്രം പഠിപ്പിക്കാം, പക്ഷെ ജ്യോതിഷം എന്നത് ഒരു ശാസ്ത്രമാണെന്ന് സമൂഹം അംഗീകരിച്ചിട്ടില്ല. ജ്യോതിഷം ഒരു ഫലപ്രവചന ശാസ്ത്രമാണ്. മാത്രമല്ല ജ്യോതിശാസ്ത്രവുമായി ജ്യോതിഷത്തിനുള്ള വലിയ വ്യത്യാസം നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ജ്യോതിഷം പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്കറിയാം യഥാർത്ഥ ജ്യോതിശാസ്ത്രം അനുസരിച്ചുള്ള ഇതൊന്നുമല്ല അതിലുണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജ്യോതിഷം പോലെ, ഇനി നാളെ മന്ത്രവാദം പോലെ, ഇപ്പൊ JNUവിലൊക്കെ അങ്ങനെ ചില ഡാർക്ക് സയൻസ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഏതായാലും ഇതൊക്കെ കേരളം പോലൊരു സ്ഥലത്ത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ശക്തമായ നടപടി ഇതിൽ ഭരണവും പ്രതിപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യല്ല. യഥാർത്ഥത്തിൽ ഗവർണറെ വിമർശിക്കാതെ സർക്കാരിനെയാണ് മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് വിമർശിക്കേണ്ടത്. ശരിക്കും ഗവർണറെ വിമർശിക്കേണ്ടത്. ഗവർണറെ വിമർശിക്കില്ല, അദ്ദേഹം ഗവർണറെ വിമർശിച്ചിട്ടില്ല ഇതുവരെ, അല്ലെങ്കിൽ അതുപോലെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം മോഡിയെ വിമർശിച്ചിട്ടില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന 10 വർഷം ഒരു പ്രാവശ്യം പോലും മോഡിയെ വിമർശിച്ചിട്ടില്ല. വിമർശിച്ചത് കോൺഗ്രസിനെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തെ വർഗീയവൽക്കരിക്കാതിരിക്കണമെങ്കിൽ, സംഘപരിവാറിന് അവരുടെ ശക്തി വരാതിരിക്കണമെങ്കിൽ കേരളത്തിലെ ഭരണപ്രതിപക്ഷങ്ങൾ ബുദ്ധിപൂർവ്വം ഇടപെടുകയാണ് വേണ്ടത്. പരസ്പരം കുറ്റപ്പെടുത്തിയത് കൊണ്ട് ഇതിലൊരു ഗുണവുമില്ല. ഏത് രീതിയിൽ ഇത് മുമ്പോട്ട് പോകാൻ കഴിയും എന്ന് ആലോചിക്കുക, അതിന് വഴിയൊരുക്കുക. അല്ലെങ്കിൽ ഗവർണർ എന്ന് പറയുന്ന ഒരു സംഘപരിവാറുകാരന് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ മുഴുവൻ നിയന്ത്രണം നാളെ സെനറ്റിലും സിൻഡിക്കേറ്റിലും ഒക്കെ വരികയും അവർക്ക് തോന്നിയ മാതിരി സിലബസ് ഉണ്ടാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. അത് കേരളത്തിന് വളരെ അപകടകരമാണ്.